വിചാരിക്കുന്ന steve.ai ജോയിൻ ചെയ്യുക. അതായത് ഒരു ടൂളാണിത്, വീഡിയോ മേക്ക് ചെയ്യാനുള്ള ഒരു ടൂള്. പ്രിപ്പയർ 2 or 3 scene, 2 or 3 scene to expressing മദേഴ്സ് ലവ്. എന്തെങ്കിലും കൊടുക്കുക, മദേഴ്സ് ലവ്. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കും കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒരു പിന്നെ എനിക്കൊരു സീൻ മദേഴ്സ് ലവ് വിത്ത് ദെയർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നമുക്കൊരു കുറച്ച് സീൻ അവർ ജനറേറ്റ് ചെയ്തു. എനിക്ക് ഒരു പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീന് ജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വല്ലാതെ സീന് കൂടുകയാണെങ്കിൽ പിന്നെ ഈസിയസ്റ്റ് വേ, പ്രിപ്പയർ ഇൻ ഈസിയസ്റ്റ് വേ എന്നോ എന്തെങ്കിലും കൊടുക്കാം. അതായത് സീന് കുറച്ച് വലുതായിട്ട് വല്ലാണ്ട് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു സീൻ ജനറേറ്റ് ചെയ്യാണ്. മദേഴ്സ് ലവിനെ വെച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു സീൻ ജനറേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പിന്നെ ഇത്രയൊന്നും സീന് വേണ്ട, ഒരു 2-3 സീൻ ഉണ്ടാക്കിയാൽ മതി. ഇത്രേ ചെയ്തുള്ളൂ. ChatGPT വന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള സീന് ജനറേറ്റ് ചെയ്യിച്ചു. ഇനി ആ സീന് ഞാൻ എന്ത് ചെയ്യാ, കോപ്പി ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം. ഓക്കെ. എന്നിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച സ്റ്റീവ് AI ഇല്ലേ, അതെടുക്കുക. സ്റ്റീവ് AI എടുക്കുക. ഓക്കെ, ഇനി ഇവിടെ പല ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ടെക്സ്റ്റ് ടു വീഡിയോ, അത് അപ്ഗ്രേഡ് വേർഷൻ ആണ്, നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അവിടെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് വേർഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ടു വീഡിയോ, ടെക്സ്റ്റ് ടു ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് ടു ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് ടു ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ്ഗ്രേഡഡ് വേർഷൻ ആണെങ്കിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നേരത്തെ കോപ്പി ചെയ്തിരിക്കുന്ന സീന് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഒന്നുമില്ല, നേരത്തെ ChatGPT ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീന് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ സീൻ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാട്ടോ. ഇവിടുന്ന് ഒഴിവാക്കാം, എഡിറ്റ് ചെയ്യാം. സീൻ 1, സീൻ 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വരണമെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ, എൻ്റർ ദ ടോപ്പിക് ഓഫ് യുവർ വീഡിയോ എന്നുള്ളടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക്. അപ്പം മദേഴ്സ് ലവ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ചൈൽഡ് ബെഡ്റൂംന്നോ സീനോ എന്തെങ്കിലും ഇരിക്കട്ടെ, എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ പേര് കൊടുത്തു. ദെൻ ആഡ് മ്യൂസിക് സോഴ്സ് ഓൾ ഇവിടെ ഉണ്ട്. പിന്നെ ആഡ് മ്യൂസിക് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. മ്യൂസിക് നമ്മളെ സീനിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട് നിങ്ങൾ, ഒരു ഗ്രീൻ കളറിൽ. അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലുള്ള ഏത് സ്റ്റൈലാണ് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഒരു സ്റ്റൈൽ എടുക്കാം, അല്ലെങ്കിൽ വെരി വാം വെൽക്കം അങ്ങനെയുള്ള ഒരു സ്റ്റൈൽ എടുക്കാം. ഏതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു വീഡിയോ ജനറേറ്റഡ് ആവുന്നുണ്ട് അവിടെ. നമ്മൾ ആ സീനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സ്റ്റീവ് AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ എല്ലാവർക്കും കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതിലുള്ള ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഒരു സീൻ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു.
ഓക്കെ, സീൻ ലോഡിംഗ് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോ കാണുന്നുണ്ട്. ഷുവർ ഹിയർ 3 സിമ്പിൾ. നമ്മൾ കൊടുത്തിരിക്കുന്ന സീൻ അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് അവസാനം വരെ ഞാൻ പ്ലേ ചെയ്യണ്ടല്ലോ, പോസ് ചെയ്യട്ടെ. കണ്ടോ? ഇതിപ്പോ ഞാനിപ്പോ ഒരു മദേഴ്സ് ലവ് എന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടികൾക്ക് ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. അപ്പോൾ നമുക്കൊരു വീഡിയോ പെട്ടെന്ന് ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിന് അയക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷസ് അറിയിക്കാനോ ഏത് ഒക്കേഷനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓഡിയൻസിന് ഏതെങ്കിലും ഡേയ്സിന്റെ പ്രാധാന്യം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പിന്നെ ഓട്ടിസം ആയിട്ടുള്ള മക്കളെ ഓട്ടിസം ഡേ, വേൾഡ് ഓട്ടിസം ഡേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ പ്രാധാന്യം, വേൾഡ് എൻവയറമെന്റൽ ഡേ, അങ്ങനെയുള്ള പ്രാധാന്യം അറിയിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സീന് ജനറേറ്റ് ചെയ്യുന്നു, അത് കൊണ്ടുപോയിട്ട് പിന്നെ സ്റ്റീവ് AI കൊടുക്കുന്നു. അതിനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ആനിമേറ്റഡ് പിക്ചറാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ടു ആനിമേഷൻ പകരം ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആനിമേറ്റഡ് അല്ലാത്ത പിക്ചർ കിട്ടുമായിരുന്നു. ഇനി വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആഡ് അസറ്റ് എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടോ? ആഡ് അസറ്റ് കാണുന്നുണ്ടോ? യെസ്. അപ്പൊ ആഡ് അസറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇമേജ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇമേജ് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഇമേജസ് നിങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്യാം. ഒരു കുട്ടികളെ പിക്ചറോ ഇപ്പോ പിന്നെ അതിന് ഒരു എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള പിക്ചർ നമുക്ക് അതിന്റെ അകത്തേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്ലോഡ് യുവർ ആഡ് അസറ്റിന് ഇവിടെ അപ്ലോഡ്, സോറി, ഇവിടെ ഏതൊരു സ്ഥലത്ത് ഞാൻ പെട്ടെന്ന് അപ്ലോഡ് കാണണമെന്നില്ല. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാല് നമ്മളുടെ പിക്ചർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സിസ്റ്റത്തിലുള്ള പിക്ചർ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ഇപ്പോ അപ്ലോഡ് ബട്ടൺ എനിക്ക് എവിടെയോ മിസ്സായതും കാണുന്നു. എവിടെ ഞങ്ങൾ മൈ അപ്ലോഡ്സ് ഞാൻ കാണാൻ സ്ക്രീനിൽ വന്നപ്പോൾ കാണാനില്ല. അപ്പൊ മൈ അപ്ലോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചൂസ് ഫയൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ നിങ്ങളെ സിസ്റ്റത്തിൽ തന്നെയുള്ള പിക്ചർ അവിടെ കൊണ്ടുവരുത്തിക്കാം. അപ്പൊ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പിന്നെ കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഏതെങ്കിലും ഒരു പിക്ചർ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചേഴ്സിൽ ഏതെങ്കിലും ഒരു പിക്ചർ, ഇപ്പൊ ഇതിന്റെ അകത്ത് പിക്ചറൊന്നും ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടില്ല, ഏതെങ്കിലും ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു എക്സാമ്പിളിന് ആക്കി എടുത്തേ ഉള്ളൂ ഒരു പിക്ചർ. ഇതിലെ അതേപോലെ നമുക്ക് ആ പിക്ചർ വെച്ചിട്ട് ഞാൻ എന്റെ സ്ക്രീന് ഷെയർ ചെയ്തത് കാണുന്നില്ലല്ലോ. നമുക്ക് പ്ലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ പിക്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ആ വീഡിയോസ് നമുക്ക് തന്നെ നമ്മളുടെ ഇത് വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പിന്നെ പ്രോജക്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ അകത്തേക്ക് നമുക്ക് ഏതെങ്കിലും മോംസ് ലോവോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് കാണാൻ പറ്റും. പ്രോജക്ട്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ?
ഇതേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോ നേരത്തെ വെച്ചിരിക്കുന്ന പിക്ചർ വെച്ചിരിക്കുന്നത് ഞാൻ വെച്ച പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് അതും പ്ലേ ചെയ്യാം. മ്യൂസിക് വേണമെങ്കിൽ എക്സ്ട്രാ ഏതാ. ഇനിയിപ്പോ സീനിന്റെ ഇടയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വേണ്ട എന്നുണ്ടെങ്കിൽ ഹൈഡ് ടെക്സ്റ്റ് ഇൻ കറണ്ട് സ്ലൈഡ് കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ കളറ് നമുക്ക് തീമൊക്കെ മാറ്റണമെങ്കിൽ ഇഷ്ടമുള്ള കളർ തീം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാം. കളർ തീം നിങ്ങൾക്ക് ഒരു വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അതും ചെയ്യാം. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ChatGPT കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സീന് എടുക്കുന്ന ഒരു 3-4 സ്റ്റെപ്പ് എടുക്കുന്ന ആ സീന് കൊണ്ടുപോയിട്ട് steve.aiന്റെ അകത്ത് ടെക്സ്റ്റ് ടു ആനിമേഷന്റെ അവിടത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ പിക്ചറോ മറ്റോ അപ്ലോഡ് ചെയ്യാം, കളറ് മാറ്റാം, എന്നിട്ട് പ്ലേ ചെയ്യിക്കാം. ഏതെങ്കിലും വിഷസ് അറിയിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേയ്സിന്റെ പ്രാധാന്യം പിന്നെ പുറത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോസ് നമുക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അതിലുള്ള പിന്നെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം ഇതിന്റെ സീന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ChatGPT ആശ്രയിക്കുന്നതിന് പകരം Gravity.ai ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഗ്രാവിറ്റി റൈറ്റ്, GRAVITI ഗ്രാവിറ്റി റൈറ്റ്. അതെനിക്ക് എൻ്റെ ചാർജ് തീർന്നു, അതിൻ്റെ അകത്ത് ഇനി അപ്ഗ്രേഡേഷൻ വേണം, അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റൂല. ഗ്രാവിറ്റി റൈറ്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സീൻ അവിടുന്ന് ജനറേറ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗ്രാവിറ്റി റൈറ്റ് എങ്ങനെയാന്നുള്ളത്. ഗ്രാവിറ്റി റൈറ്റ് ടൈപ്പ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ട് എന്നാണ് കരുതുന്നത് കേട്ടോ. ഗ്രാവിറ്റി റൈറ്റ് ടൂള്, അതും ഒരു ടൂളാണ്. ഗ്രാവിറ്റി ഫ്രീ AI റൈറ്റിംഗ് ടൂൾ എന്നാണ്. ഇതില് സ്റ്റാർട്ട് റൈറ്റിംഗ് ഫോർ ഫ്രീ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് മേക്കറോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഭവങ്ങൾ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. യൂട്യൂബ് ഇവിടെ ഉണ്ട്, യൂട്യൂബ് ടൂൾസ് നിങ്ങൾ സൈഡിൽ കാണാൻ പറ്റും. ഓൾ ഇൻ വൺ യൂട്യൂബ് കണ്ടന്റ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സീന്, ഞാൻ നേരത്തെ ChatGPT വെച്ചിട്ടല്ലേ സീന് ജനറേറ്റ് ചെയ്യിപ്പിച്ചത്, അതിന് പകരം ഇതിനെ കൊണ്ട് നമുക്ക് സീന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ടോപ്പിക് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോ ഏതാ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണെങ്കിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്താൽ വേൾഡ് എൻവയോൺമെന്റ് ഡേ, അല്ലെങ്കിൽ പിന്നെ മോംസ്, എന്തെങ്കിലും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ എൻവയോൺമെന്റ് ഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പിന്നെ ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ഉപയോഗിക്കുന്ന ചാർജ് തീർന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്കത് പറ്റും. എനിക്ക് ആ ടൂള് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ചാൻസ് തീർന്നത് കൊണ്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ 3 കാര്യങ്ങളാണ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ChatGPT വെച്ചു ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തു, അതിന്റെ VBA കോഡ് ജനറേറ്റ് ചെയ്യിപ്പിച്ചു. ആ ജനറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന കോഡ് PowerPoint പ്രസന്റേഷനിൽ ഡെവലപ്പർ VBA ഇൻസേർട്ട് ചെയ്തു, ദെൻ പ്ലേ ചെയ്തു. ഇനി പിന്നെ അതിൻ്റെ അടുത്ത് സാറ് AI വെച്ചിട്ട് അതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. അടുത്തത് പറഞ്ഞത് steve.ai എന്ന് പറഞ്ഞിരിക്കുന്ന ടൂളാണ്. അതിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഒക്കേഷനെ ബേസ് ചെയ്തിട്ട് വിഷസ് അറിയിക്കാനൊക്കെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ChatGPT സീൻ ജനറേറ്റ് ചെയ്യിപ്പിച്ചു. ആ സീൻ കൊണ്ടുപോയിട്ട് steve.ai പേസ്റ്റ് ചെയ്തു. ദെൻ പ്ലേ വീഡിയോ, നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാരക്ടർ മാറ്റാം, നിങ്ങളെ തന്നെ ഫോട്ടോസ് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സ്വയം തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഞാനും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നോക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒന്നുകൂടി നോക്കാം. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു.